ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സഹായി ഭൈവവ് കുമാർ ആം ആദ്മി എംപി സ്വാതി മലിവാളിനെ മർദ്ദിച്ച സംഭവത്തിൽ എഫ്ഐആർ പുറത്ത്. ഭൈവവ് സ്വാതി മലിവാളിനെ ക്രൂരമായി മർദ്ദിച്ചു എന്ന എഫ്ഐആറിൽ പറയുന്നു. വയറിലും നെഞ്ചിലും കാലിലും അടിക്കുകയും ചവിട്ടുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് തന്നെ അടിയന്തര സഹായത്തിന് പോലീസിനെ വിളിച്ചു. പോലീസ് എത്തും മുമ്പ് സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ പുറത്താക്കിയെന്നും എഫ്ഐആറിൽ പരാമർശമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എഫ്ഐആറിലെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് ആം ആദ്മിയുടെ തന്നെ വനിതാ നേതാവും രാജ്യസഭാ അംഗവും ഒപ്പം ഡൽഹി വനിതാ കമ്മീഷന്റെ മുൻ അധ്യക്ഷയുമായിട്ടുള്ള സ്വാതി മലിവാളിന് ക്രൂരമർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ് എഫ്ഐആറിലെ വിവരങ്ങൾ. അല്ലെങ്കിൽ എഫ്ഐആർ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാതി മലിവാളിനെയും അരവിന്ദ് കെജ്രിവാളിന്റെ അനുയായി ഭൈവവ് കുമാർ അതിക്രൂരമായി മർദ്ദിച്ചു. നിരവധി തവണ നെഞ്ചിലും കാലിലും ചവിട്ടി വീഴ്ത്തുകയും അവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ, അതായത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ സ്വീകരണ മുറിയിൽ വെച്ച് വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിക്രൂരമായ മർദ്ദനം നേരിട്ട് ഒടുവിൽ പോലീസിനെ വിളിക്കുമെന്ന ഭീഷണി ഉയർത്തിയപ്പോഴാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം ഉന്നയിച്ചപ്പോഴാണ് മർദ്ദനം നിർത്തിയത്. പിന്നീട് താൻ അടിയന്തര സഹായത്തിന് വേണ്ടി പോലീസിനെ വിളിച്ചു. പക്ഷേ പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്ന് സ്വാതി മലിവാളിനെ പുറത്താക്കി എന്നുള്ളതാണ് എഫ്ഐആറിൽ കുറിച്ചിട്ടുള്ള രേഖകളൊപ്പം സ്വാതി മലിവാൾ മജിസ്ട്രേറ്റിന് മുൻപിൽ രഹസ്യമൊഴിയും നൽകിയിട്ടുണ്ട്. ഗുരുതരമായ ആരോപണമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അനുയായിക്കെതിരെ, ഭൈവവ് കുമാറിനെതിരെ ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ഒപ്പം ഈ കൺട്രോൾ റൂമിലേക്ക് സ്വാതി മലിവാൾ വിളിച്ച കോൾ, അതിൽ വ്യക്തമായി പറയുന്നത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നിർദ്ദേശത്തോടെ അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ചുകൊണ്ടായിരുന്നു, അതായത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യത്തിലായിരുന്നു തന്നെ ഇത്രയധികം ക്രൂരമായ അതിക്രമം നടത്തിയത് എന്നുള്ളതാണ് രാജ്യസഭാ അംഗം കൂടിയായിട്ടുള്ള സ്വാതി മലിവാൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വളരെ ക്രൂരമായ അക്രമമാണ് ഒരു വനിതാ നേതാവിനെതിരെ, അതും ആം ആദ്മിയുടെ രാജ്യസഭാ അംഗം കൂടിയായിട്ടുള്ള വനിതാ നേതാവിനെതിരെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് നടന്നിട്ടുള്ളത്. തുടർ നടപടികൾ പോലീസ് ഏത് രീതിയിൽ സ്വീകരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടു കൂടിയാണ് ഈ പേഴ്സണൽ സ്റ്റാഫും അരവിന്ദ് കെജ്രിവാളിന്റെ അടുത്ത അനുയായിയുമായിട്ടുള്ള ഭൈവവ് കുമാർ മർദ്ദിച്ചത് എന്നുള്ളതായിരുന്നു ആദ്യം പോലീസ് കൺട്രോൾ റൂമിലേക്ക് സ്വാതി മലിവാൾ ഫോൺ കോളിലൂടെ അറിയിച്ചിട്ടുള്ള പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നിലവിലെ എഫ്ഐആറിൽ ഭൈവവ് കുമാറിനെതിരെയാണ് ആരോപണങ്ങളുള്ളത്. അതോടൊപ്പം തുടർ നടപടികളുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ അരവിന്ദ് കെജ്രിവാളും ഈ കേസിന്റെ ഭാഗമാവുകയാണെങ്കിൽ കനത്ത തിരിച്ചടി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നിലവിൽ ഒരു അഴിമതി കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. ആ ഇടക്കാല ജാമ്യത്തിൽ കഴിയവേ മറ്റൊരു ക്രിമിനൽ കേസിൽ അകപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഇടക്കാല ജാമ്യം റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകും. കെജ്രിവാളിന് തിഹാർ ജയിലിലേക്ക് പോകേണ്ടി വരും. അത്തരത്തിലുള്ള തുടർ നടപടികൾ ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഒപ്പം രാഷ്ട്രീയപരമായും ഈ വിഷയം ചൂടുപിടിച്ച ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ മാസം 25-നാണ് രാജ്യ തലസ്ഥാനത്തെ 7 മണ്ഡലങ്ങളും ജനവിധി രേഖപ്പെടുത്താൻ പോകുന്നത്. അതിനു മുൻപേ ഉയർന്നിട്ടുള്ള ഈ ഒരു ഗുരുതരമായ ആരോപണം വലിയ ചൂടേറിയ ചർച്ചകൾക്ക് രാജ്യ തലസ്ഥാനത്തുമൊപ്പം ദേശീയ രാഷ്ട്രീയത്തിലും വഴിവെച്ചിട്ടുണ്ട്. BJP ഇന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു രാജ്യസഭാ അംഗത്തിന് മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് ഇതാണ് അനുഭവമെങ്കിൽ ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് വനിതകൾക്ക് സംരക്ഷണം നൽകുക, അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സംരക്ഷണവുമെല്ലാം ഇടയ്ക്കിടെ കൊട്ടിഘോഷിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ നാണം കെട്ട പ്രവൃത്തിയാണ് സ്വാതി മലിവാളിന് നേരെ ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ BJP നേതൃത്വം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം പ്രത്യക്ഷമായ സമരത്തിലേക്കും BJP കടന്നിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നും ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ കർശനമായ നിയമ നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുടെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് ആം ആദ്മി പാർട്ടിയിലെ തന്നെ വനിതാ നേതാവും രാജ്യസഭാ അംഗവുമായിട്ടുള്ള സ്വാതി മലിവാളിന് ക്രൂരമായ മർദ്ദനം അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അനുയായിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് എഫ്ഐആർ ചൂണ്ടിക്കാണിക്കുന്നത്. ജിഷ്ണു, നമുക്കറിയാം ഇത്തരത്തിൽ അഴിമതിയുടെ ആസൂത്രണ കേന്ദ്രം എന്നതിലപ്പുറം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഗുണ്ടാ സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് ഈ ഒരു വിഷയം വഴിമാറുകയല്ലേ?
വിഷ്ണു, അരവിന്ദ് കെജ്രിവാളിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഈ വിഷയത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ജൽ ബോർഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും അരവിന്ദ് കെജ്രിവാളും സംഘവും നടത്തി എന്നുള്ളത് ഇതിനോടകം തന്നെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ജൽ ബോർഡ് അഴിമതിയിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ അഴിമതികളുടെയെല്ലാം സൂത്രധാരൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ്. കെജ്രിവാൾ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാ പദ്ധതിയും തയ്യാറാക്കിയത് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ രാജ്യത്തെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിന് പിറകെയാണ് ഇത്തരത്തിലും സ്വന്തം പാർട്ടിയിലെ തന്നെ വനിതാ നേതാവിനെ തൻ്റെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അനുയായി ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ മർദ്ദനമല്ല ഈ ഒരു സംഭവത്തിൽ ഉണ്ടായത് എന്നുള്ളത് FIRന്റെ വിവരങ്ങളിൽ നിന്നും ഒപ്പം ഇന്ന് സ്വാതി മലിവാൾ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരായതിനു ശേഷം തിരിച്ചു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളുമുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് ശക്തമായ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിരവധി തവണ നെഞ്ചിലും കാലിലും ചവിട്ടി വീഴ്ത്തുകയും സ്വീകരണ മുറിയിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ വൈഭവ് കുമാറിനെതിരെ FIRൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഏതായാലും കേസിൻ്റെ തുടർ നടപടികൾ, കേസിൻ്റെ അന്വേഷണം മുൻപോട്ട് പോകുമ്പോൾ അരവിന്ദ് കെജ്രിവാളും ഈ കേസിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ തീർച്ചയായും കനത്ത തിരിച്ചടി കെജ്രിവാളിനുണ്ടാകും. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് മുൻപിൽ ഇതുവരെ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളോ ഇമേജോ അല്ല അരവിന്ദ് കെജ്രിവാളിന് രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് മദ്യനയ അഴിമതിയിലൂടെയും ജൽ ബോർഡ് അഴിമതിയിലൂടെയും ഇപ്പോൾ സ്വാതി മലിവാൾ എന്ന വനിതാ നേതാവിന്റെ പരാതികളിലൂടെയും പുറത്തുവരുന്നത്. വ്യക്തമാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.